ഇരുപതാം ദിവസം എപ്പിജെനറ്റിക്സും പാരമ്പര്യവും. എസെക്കിയേൽ പുസ്തകം 18-ാം അധ്യായം 2-ാം വാക്യം. പിതാക്കന്മാർ പുളിക്കുന്ന മുന്തിരിങ്ങ തിന്നു, മക്കളുടെ പല്ലു പുളിച്ചു എന്ന് ഇസ്രായേൽ ദേശത്തെക്കുറിച്ചുള്ള പഴമൊഴി നിങ്ങൾ ഇപ്പോഴും ആവർത്തിക്കുന്നത് എന്തിന്? നമ്മുടെ പൂർവികരുടെ തെറ്റായ ശീലങ്ങളോ ശാപങ്ങളോ നമ്മളെ ഒരിടത്തും തളച്ചിടില്ല എന്നും ഓരോ വ്യക്തിക്കും സ്വന്തം ജീവിതം മാറ്റിമറിക്കാൻ അവകാശമുണ്ട് എന്നും ബൈബിൾ പഠിപ്പിക്കുന്നു. അല്പം മനഃശാസ്ത്രം. പാരമ്പര്യമായി ലഭിക്കുന്ന DNA മാറ്റാൻ സാധിക്കുകയില്ല എങ്കിലും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് ജീനുകളുടെ പ്രവർത്തനം മാറാം എന്നാണ് എപ്പിജെനറ്റിക്സ് പറയുന്നത്. നമ്മുടെ മാതാപിതാക്കളോ പൂർവികരോ അനുഭവിച്ച കഠിനമായ ദാരിദ്ര്യം, ഉത്കണ്ഠ, ഭയം എന്നിവ ജീനുകളിൽ മാറ്റം വരുത്തുകയും അത് അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്തേക്കാം. ഇതിനെയാണ് ട്രാൻസ്ജനറേഷണൽ ട്രോമ അല്ലെങ്കിൽ വംശ പാരമ്പര്യ മുറിവുകൾ എന്ന് വിളിക്കുന്നത്. രണ്ടാമതായി ഫാമിലി സ്ക്രിപ്റ്റ് ആണ്. നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരും വലിയ ദേഷ്യക്കാരാണ്. കുടുംബത്തിലുള്ള ആർക്കും വലിയ ജോലിയൊന്നും കിട്ടില്ല, ആർക്കും വലിയ പുരോഗതിയൊന്നും ഉണ്ടാകില്ല. ഇങ്ങനെയുള്ള ഫാമിലി സ്ക്രിപ്റ്റുകൾ മാറ്റി എഴുതേണ്ടത് അത്യാവശ്യമാണ്. സമകാലീന ലോകത്തിൽ DNA കിറ്റുകൾ ഉപയോഗിച്ച് തങ്ങളുടെ പൂർവികരെ കുറിച്ചുള്ള അറിവ് നേടാൻ പല ആളുകളും വളരെ അധികമായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. എന്നാൽ ശരീരത്തിലെ DNA പരിശോധിക്കുന്നതിനോടൊപ്പം നമ്മുടെ മനസ്സിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട ഭയം, ഉത്കണ്ഠ, മറ്റു തെറ്റായ ശീലങ്ങൾ ഇവ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കേണ്ടതുണ്ട്. പ്രായോഗികമായി എന്ത് ചെയ്യാൻ സാധിക്കും? തെറ്റായ പാരമ്പര്യ ശീലങ്ങളെ മുറിച്ച് മാറ്റണം. ഇന്നത്തെ ദിവസം അല്പം ശാന്തമായിരുന്ന് നിങ്ങളുടെ കുടുംബത്തിൽ കണ്ടുവരുന്ന പാരമ്പര്യമായ ഒരു മോശം ശീലത്തെ കണ്ടെത്തുക. ഉദാഹരണമായി മദ്യപാന ശീലം, അമിത ഉത്കണ്ഠ, ആത്മവിശ്വാസം ഇല്ലായ്മ ഇവ. രണ്ടാമതായി നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. എൻ്റെ പൂർവികരിൽ നിന്ന് എനിക്ക് ലഭിച്ച ഈ തെറ്റായ ദുശീലത്തെ അല്ലെങ്കിൽ സ്വഭാവത്തെ കർത്താവെ ഞാനിതാ ഉപേക്ഷിക്കുന്നു. എൻ്റെ മക്കളിലേക്ക് ഇത് കൈമാറ്റം ചെയ്യപ്പെടാൻ ഞാൻ അനുവദിക്കില്ല. നിന്റെ കരുണയാൽ ഈ തെറ്റായ പാരമ്പര്യത്തിൻ്റെ ശൃംഖല ഞാൻ മുറിച്ചു മാറ്റുന്നു. നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഫാമിലി സ്ക്രിപ്റ്റ് മാറ്റാൻ നിങ്ങൾ ഇന്ന് പുതുതായി പരിശീലിക്കുന്ന ഒരു ശീലം സഹായിക്കും. ഇന്നു നിങ്ങൾ വ്യായാമം ചെയ്യാനും ആരോഗ്യകരമായ ഭക്ഷണ രീതിയും ആരംഭിച്ചാൽ നാളത്തെ തലമുറയിലേക്ക് ആ ജീനുകൾ കൈമാറ്റം ചെയ്യപ്പെടും. കുടുംബാംഗങ്ങളോട് സ്നേഹത്തോടെ സംസാരിക്കുന്നത് ശീലമാക്കുക. ഈ നല്ല ശീലം വരും തലമുറയുടെ മാനസിക ആരോഗ്യത്തിന്റെ അടിത്തറയായിട്ട് മാറും. മൂന്നാമതായി വിശ്വാസത്തിന്റെ കരുത്താണ്. പ്രതിസന്ധികളിൽ ദൈവത്തിൽ വിശ്വസിക്കുന്നത് നിങ്ങളുടെ തലച്ചോറിലെ ഭയത്തിന്റെ കേന്ദ്രങ്ങളെ ശാന്തമാക്കും. ഈ ശാന്തത പാരമ്പര്യമായി കൈമാറാൻ നമുക്ക് സാധിക്കും. ചുരുക്കം പറഞ്ഞാൽ, നിങ്ങൾ ഒരു ഫാമിലി സ്ക്രിപ്റ്റിന്റെ ഇര അല്ല, മറിച്ച് ഒരു മാറ്റത്തിന്റെ ശില്പിയാണ്. നിങ്ങൾ ഇന്ന് തുടങ്ങുന്ന ചെറിയ ശീലങ്ങൾ വലിയ പാരമ്പര്യമായി മാറാം. വംശ പാരമ്പര്യ മുറിവുകൾ നമ്മിലേക്ക് സ്വീകരിച്ച് വെറും പാരമ്പര്യവാദിയായി മാറാതെ ദൈവകൃപയിൽ ആശ്രയിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.